ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, BJP പരാജയപ്പെടുത്തണം, അത് എൻ്റെ പ്രഥമ ലക്ഷ്യമാണ്. അതൊരു മയത്തിലൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ CPM-ൻ്റെ പ്രസക്തി എന്താണ്? നമ്മുടെ ഇലക്ഷൻ പൊളിറ്റിക്സിൽ 1% താഴെ വോട്ട് മാത്രമാണുള്ളത്. അതിനേക്കാൾ കൂടുതൽ നോട്ടയ്ക്കുണ്ട്. ആ നോട്ടയ്ക്ക് താഴെ പ്രവർത്തിച്ച് ജനപിന്തുണയുള്ളൊരു പാർട്ടിയുടെ ഈ അടുത്ത കാലത്ത് വരെയുള്ള മുഴുവൻ EMSന് ശേഷം ഒരു നേതാവിനും സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവസരം കിട്ടാത്തൊരു പാർട്ടി, ഇന്ന് പാർട്ടിയുടെ കേരളത്തിൽ മാത്രം അധികാരത്തിലിരിക്കുന്ന പാർട്ടി, ത്രിപുരയില്ല, മറ്റേ പശ്ചിമ ബംഗാളില്ല, നെഹ്റുവിന് ശേഷം EMS എന്നൊക്കെ പാടിക്കൊണ്ട് നടന്ന ആ പാർട്ടി ഇന്ന് കേരളത്തിൽ ഒരേ ഒരു സംസ്ഥാനത്ത് വളരെ കഷ്ടിച്ച് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു. അതിൽ അഖിലേന്ത്യാ സെക്രട്ടറി മലയാളി, DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മലയാളി, SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മലയാളി, വനിതാ പുരോഗമന ഇടതുപക്ഷ മഹിളാ സംഘത്തിൻ്റെ നേതാവ് മലയാളി. ഈ മലയാളി അല്ലാതെ പിന്നെ എവിടെയാണ് വേറെ ഉള്ളത്? ഇത്തരത്തിലുള്ളൊരു സംഘടനാ സംവിധാനവും നേതൃത്വവും ഉള്ളൊരു പാർട്ടിയാണ് നാഷണൽ തലത്തിൽ വലിയ രീതിയിൽ ജനപിന്തുണയുള്ള ഏകദേശം 17ഓളം സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന, ഏറ്റവും കൂടുതൽ MP-മാരുള്ള, ഏറ്റവും കൂടുതൽ MLA-മാരുള്ള, ഏറ്റവും കൂടുതൽ പട്ടികജാതി MLA-മാരുള്ള, ഏറ്റവും കൂടുതൽ OBC MP-മാരും MLA-മാരും ഒക്കെ ഉള്ളൊരു പാർട്ടിയെ അത് തകർക്കുകയാണ് എൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് വന്നാൽ ഇത് ആർക്കത് ഉൾക്കൊള്ളാൻ കഴിയും?